അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് എൻ്റെ പിന്തുണ വേണം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ, ഷീ, എൻ്റെ, മൈ. പിന്തുണ എന്ന് വെച്ചാൽ എന്താ? സപ്പോർട്ട്. വേണം, നീഡ്. അപ്പം അവൾക്ക് എൻ്റെ പിന്തുണ വേണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ നമ്മൾ ഷീന്ന് എഴുതി. ഷീ നീഡ്സ് മൈ സപ്പോർട്ട്. ഷീ നീഡ്സ് മൈ സപ്പോർട്ട്. അവൾക്ക് എൻ്റെ പിന്തുണ വേണം. ഷീ നീഡ്സ് മൈ സപ്പോർട്ട്. അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ എഴുതിയെന്ന് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ നീഡ് ആണ്. വെർബ് നീഡ്. അപ്പം നമുക്കറിയാം ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൽ നമ്മൾ ജസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. ഞാനിവിടെ ഒബ്ജക്റ്റിനെ പറ്റി പറയണില്ല, ജസ്റ്റ് ആ ഒരു ബേസിക്കാണ് പറയുന്നത്. സബ്ജക്റ്റ് പ്ലസ് വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണെങ്കിൽ. പക്ഷേ നമുക്ക് എസ് ഓർ ഇ എസ് ആഡ് ചെയ്ത്